അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിർദല്ലാഹി അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ആദരണീയരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, പരിശുദ്ധ റമളാനിന്റെ 16ാമത്തെ നോമ്പിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. ഇന്ന് മഗ്രിബ് അസ്തമയത്തോടുകൂടി 17ാം രാവിലേക്ക് നമ്മളൊക്കെ പ്രവേശിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ റമദാൻ 17മായി ബന്ധപ്പെട്ട് 17ാം രാവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആചാരങ്ങളും അന്ധവിശ്വാസങ്ങളും കാണാൻ കഴിയും. സത്യത്തിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും വളരെയധികം ത്യാഗം നിറഞ്ഞ ജീവിതത്തിലൂടെ കടന്നുപോയ ഒരു നിമിഷമായിരുന്നു ബദർ എന്നത്. ആ ബദറിന്റെ സന്ദേശം വിശ്വാസികൾ എന്ന നിലയിൽ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിൽ എങ്ങനെയാണ് നേരിട്ടത് എന്നും ആ ബദറിൽ എങ്ങനെയാണ് വിജയിച്ചത് എന്നും വിശുദ്ധ ഖുർആൻ കൃത്യമായി നമ്മെ പരിചയപ്പെടുത്തുന്നുണ്ട്. കാരണം ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നവരാണ് നമ്മൾ. ശാരീരികമായും സാമ്പത്തികമായും കുടുംബപരമായും അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നവരാണ് മനുഷ്യർ. ബദർ നമ്മെ പഠിപ്പിക്കുന്ന പാഠങ്ങളിൽ ഒന്ന്, ഏത് പ്രതിസന്ധി ഉണ്ടെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തവക്കുലാക്കി, അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് അള്ളാഹുവിൽ തവക്കുലാക്കി ഉറച്ചു നിൽക്കുന്നവർക്ക് സഹായമുണ്ടാകും എന്നാണ്. വതവക്കൽ അലൽ ഹയ്യിൽ ലദീ ലാ യമൂത്ത്, ആരിലാണ് അഭയം തേടേണ്ടത്? അള്ളാഹുവിൽ. അതായത് അലൽ ഹയ്യിൽ ലദീ ലാ യമൂത്ത്, മരണമില്ലാത്ത എന്നെന്നും ജീവിച്ചിരിക്കുന്ന ഹയ്യുൽ ഖയ്യൂമായ അള്ളാഹു റബ്ബുൽ ഇസ്സത്തിൽ ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധികളും ഏത് പ്രയാസങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ അർപ്പിക്കുക, തവക്കുലാക്കുക എന്ന വലിയ സന്ദേശമാണ് ബദർ നമ്മെ പഠിപ്പിക്കുന്നത്. മാത്രമല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മുഹമ്മദിന്റെ 7ാമത്തെ ആയത്തിൽ പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും, നിങ്ങൾ അള്ളാഹുവിനെ സഹായിച്ചാൽ അള്ളാഹു നിങ്ങളെയും സഹായിക്കും. വയസബിത്ത് അഖ്ദാമക്കും, അള്ളാഹു നിങ്ങളുടെ പാദങ്ങളെ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യും. അപ്പോൾ അള്ളാഹുവിനെ സഹായിക്കുന്നവർക്ക് അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും. മാത്രമല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യും. ഇത് ബദറുമായി ബന്ധപ്പെട്ട് മാത്രമല്ല നാം മനസ്സിലാക്കേണ്ടത്. ജീവിതത്തിന്റെ ഏതേത് നിമിഷങ്ങളിലും അള്ളാഹുവിൽ തവക്കുലാക്കി അള്ളാഹുവിന്റെ നിയമങ്ങൾ അനുസരിച്ച് അവനെ ഭയപ്പെട്ട് ജീവിക്കുന്നവരെ അള്ളാഹു സഹായിക്കുമെന്ന് മാത്രമല്ല അള്ളാഹു അവരെ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി ബദറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചില നിമിഷങ്ങൾ നാം ഒന്ന് പരിശോധിച്ചു നോക്കുക. ആപത്തിൽ, പ്രയാസങ്ങളിൽ, ബുദ്ധിമുട്ടുകളിൽ ഇട്ടെറിഞ്ഞേച്ച് പോകുന്നവർക്ക് ഒരിക്കലും അള്ളാഹു സഹായം നൽകുകയില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും 1000-ഓളം വരുന്ന ശത്രുക്കളെ നേരിടാൻ വേണ്ടി ബദറിൽ എത്തിയതല്ല, മറിച്ച് അബൂ സുഫിയാന്റെ കച്ചവട സംഘത്തെ തടയാൻ വേണ്ടിയിട്ടാണ് ബദറിലേക്ക് പോയത്. എന്നാൽ ഇതിനിടയിലാണ് അബൂ സുഫിയാനും അനുയായികളും രക്ഷപ്പെട്ട വിവരമറിയുകയും അതിന് പകരമായി മക്കയിൽ നിന്ന് വലിയൊരു സൈന്യം വരുന്നു എന്ന കാര്യം അറിഞ്ഞ സന്ദർഭത്തിൽ ഒരുപാട് ആളുകൾ പിന്തിരിഞ്ഞു പോകുന്ന ഒരു സമയമുണ്ടായിരുന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളുമായി കൂടിയാലോചന നടത്തുന്നതിനെ കുറിച്ച് അൽ ബിദായത്ത് വ നിഹായ പോലെയുള്ള പല ഗ്രന്ഥങ്ങളിലും കാണാൻ കഴിയും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫസ്തശാറ നാസ് വഖ്ബറഹും അൻ ഖുറൈശിൻ ഫഖാമ അബൂബക്കർ സിദ്ദീഖ് ഫഖാല വഹസൻ സുമ്മ ഖാല ഉമർ ഇബ്നുൽ ഖത്താബ് ഫഖാല വഹസൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൂടിയാലോചന നടത്തുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും എല്ലാം യുദ്ധവുമായി മുന്നോട്ട് പോകണം എന്ന് പറയുന്ന സന്ദർഭത്തിൽ ആ ഒരു അഭിപ്രായത്തെക്കാളേറെ പ്രവാചകൻ ആഗ്രഹിച്ചത് അൻസ്വാരികളുടെ തീരുമാനമാണ്. കാരണം പ്രവാചകരെ സംരക്ഷിക്കാമെന്ന കരാറിൽ, അഖബ ഉടമ്പടിയിലൊക്കെ ഒപ്പിട്ട് ആ കരാറ് പാലിച്ചതിന്റെ പുറത്താണ് മദീനയിൽ പ്രവാചകൻ എത്തിയത്. ആ സന്ദർഭത്തിൽ മിഖ്ദാദ് ബിൻ അംർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂലേ,
ഞങ്ങളെയും കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോയിക്കോളൂ, ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ഒരിക്കലും ബനു ഇസ്രായേലർ മൂസാ നബിയോട് പറഞ്ഞതുപോലെ ഇദ്ഹബ് അന്ത വറബ്ബുക ഫഖാതില ഇന്ന ഹാഹുനാ ഖാഇദുൻ, നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്തോ മൂസ, ഞങ്ങൾ ഇവിടെ നോക്കിയിരുന്നോളാം, ഞങ്ങൾ ഇവിടെ ഇരുന്നു കൊള്ളാം എന്ന് പറഞ്ഞ നന്ദികേടിന്റെ വർത്തമാനം ഞങ്ങൾ പറയില്ല. മറിച്ച് ഇന്ന മഅകുമ മുഖാത്തിലൂൻ, ഞങ്ങൾ നിങ്ങളുടെ കൂടെ യുദ്ധം ചെയ്യും എന്ന് വിളിച്ചു പറയുന്ന ഒരു സമയം. ഫല്ലദീ ബഅസക ബിൽ ഹഖ് ലൗ സിർത ബിനാ ഇലാ ബർഖിൽ ഗിമാദ് ലജാദൽനാ മഅക്, ബർഖുൽ ഗിമാദിലേക്ക് കൊണ്ടുപോയാലും ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് വിളിച്ചു പറയുമ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സംതൃപ്തമായ ഒരു മറുപടിയായി അത് തോന്നുന്നില്ല. കാരണം മുഹാജിരീങ്ങൾ, പ്രവാചകന്റെ കൂടെ ഹിജ്റ പോയവർ അത് പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാം. അപ്പോഴും പ്രവാചകൻ പറയുന്നത് അസീറു അലയ്യ അയ്യുഹന്നാസ്, അഷീറു അലയ്യ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ എന്നോട് നിങ്ങൾ അഭിപ്രായങ്ങൾ പറയൂ. വഇന്നമാ യുരീദുൽ അൻസ്വാർ, പ്രവാചകന് കിട്ടേണ്ട മറുപടി അൻസ്വാരികളുടെ ഭാഗത്തു നിന്നുള്ള മറുപടിയാണ്. ഇത് മനസ്സിലാക്കിയ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹുവിന്റെ റസൂലെ, നിങ്ങളെ ഒരിക്കലും ഞങ്ങൾ കൈവെടിയുകയില്ല. ലൗ ഇസ്തഅറത ലനാ ബിൽ വലൗ ഇസ്തഅറത ലനാ അൽ ബഹ്റ ഫഖുൽതഹു ലഖുൽനാ മഅക്, ഞങ്ങളെയും കൊണ്ട് ഒരു കടലിലേക്ക് ഇറങ്ങിയാലും നിങ്ങളുടെ കൂടെ ഞങ്ങൾ ഉണ്ടാകും. എല്ലാ മറുപടിയും കേട്ടിട്ട് പ്രവാചകന്റെ മുഖത്ത് ചിരിയുണ്ടായില്ല. പക്ഷെ ഞങ്ങളെയും കൊണ്ടൊരു സമുദ്രത്തിൽ ഇറങ്ങിയാൽ ഫഖുൽതഹു ലഖുൽനാ മഅക്, ഞങ്ങൾ നിങ്ങളുടെ കൂടെ യുദ്ധത്തിന് വേണ്ടി ആ കടലിലാണെങ്കിലും ഇറങ്ങി വരും എന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന് സന്തോഷം കാണപ്പെട്ടു എന്ന് ഹദീസുകൾ കാണാൻ കഴിയും. അപ്പോൾ ഈ സന്നിഗ്ധ ഘട്ടത്തിൽ സ്വഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉറച്ചു നിന്നു എന്നുള്ളത് വിശ്വാസികൾക്കുള്ള പാഠമാണ്. അതായത് സന്നിഗ്ധ ഘട്ടത്തിൽ ഉറച്ചു നിൽക്കുക, ആ ഉറച്ചു നിൽക്കുന്നവർക്ക് അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും എന്നുള്ള വലിയ പാഠം. അതേപോലെ സഹോദരങ്ങളെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതേപോലെ ബദരീങ്ങൾ, ഇവരെല്ലാവരും നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന് പുറമേയുള്ള ആളുകളോട് സഹായം തേടാനുള്ള ഒരു ചരിത്ര പാഠവും ബദറിലില്ല. പക്ഷെ സങ്കടകരമെന്ന് പറയട്ടെ, പ്രവാചകനെയും സ്വഹാബത്തിനെയും ചൂണ്ടി നമ്മുടെ നാട്ടിൽ ബദരീങ്ങളുടെ ആണ്ടും ബദർമാലയും അതിനുള്ള വരികൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ദാഹം മൗത്തത് കൂട്ടിടും, ഇബ്ലീസ് കൂസിനെ കാട്ടിടും, നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബന എന്ന് പറയുന്ന വരികൾ നമുക്ക് കാണാൻ കഴിയും. മരണത്തിന്റെ സക്കറാത്തിന്റെ നേരത്ത് ബദരീങ്ങളെ വിളിക്കാൻ പഠിപ്പിക്കുന്ന വരികളാണ് ഇതെല്ലാം. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു എന്ന് വളരെ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയും. അള്ളാഹുവിനെ മാത്രം വിളിക്കണമെന്ന് പറയുന്ന മുസ്ലിങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ലാത്തയെയും ഉസ്സയെയും മനാത്തയെയും ഒക്കെ വിളിക്കാമെന്ന് പറയുന്ന മക്കയിലെ മുശ്രിക്കീങ്ങളും തമ്മിലാണ്. മാത്രം എന്ന വിഷയത്തിൽ മാത്രമാണ് പ്രശ്നം. അതായത് അബൂലഹബിന്റെ പ്രാർത്ഥനയും അബൂജഹലിന്റെ പ്രാർത്ഥന നമുക്ക് ഇമാം തുബ്രി റിപ്പോർട്ട് ചെയ്യുന്നത് കാണാൻ കഴിയും. അല്ലാഹു മുൻസുർ അലൽ ഫിഅതൈൻ വഖൈറൽ ഫിഅതൈനി വഅഫ്ളിൽ, അള്ളാഹുവെ ഏറ്റവും നല്ല സംഘത്തെ നീ വിജയിപ്പിക്കണേ. കഅബാലയത്തിന്റെ കില്ല പിടിച്ച് അബൂജഹല് ബദർ യുദ്ധത്തിന്റെ ദിവസം ബദറുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രാർത്ഥനയിൽ അള്ളാഹുമ്മ എന്നാണ് വിളിച്ചത്. അപ്പോ അള്ളാഹുവെ എന്ന് വിളിച്ചുകൊണ്ടാണ് അബൂജഹൽ ദുആയിരക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആയിരുന്നതോ അല്ലാഹുമ്മ അൻജിസ്ലി മാ വഅതനി, പടച്ചവനെ നീ നൽകിയ വാഗ്ദാനം നീ പൂർത്തിയാക്കണം. ഇൻ തുഹ്ലിക ഹാദിഹിൽ ഇസ്വാബത മിൻ അഹ്ലിൽ ഇസ്ലാം, ഈ ചെറിയ സംഘത്തെ എങ്ങാനും നീ പരാജയപ്പെടുത്തിയാൽ ലാ തുഅബദ ഫിൽ അർളി, ഈ ഭൂമിയിൽ അള്ളാഹുവിനെ വിളിക്കാൻ ആരുണ്ടാവില്ല. അപ്പോ അള്ളാഹുവിനെ മാത്രം വിളിക്കണമെന്ന് പറയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അള്ളാഹുവിനെ വിളിക്കുന്നതോടൊപ്പം ഈ പറയപ്പെട്ട ലാത്തയെയും ഉസ്സയെയും മനാത്തയെയും ഒക്കെ വിളിച്ച അബൂജഹലും തമ്മിലുള്ള ആ അബൂജഹലിന്റെയും പ്രാർത്ഥന നമുക്ക് ചരിത്രങ്ങളിൽ കാണാൻ കഴിയും. അപ്പോൾ അള്ളാഹുവിനെ മാത്രം വിളിക്കുക എന്നതിന്റെ പേരിലാണ് ബദർ യുദ്ധം ഉണ്ടായത്. അള്ളാഹുവിനെ വിളിക്കണമെന്നതിന്റെ പേരിലല്ല. അള്ളാഹുവിനെ മാത്രമേ വിളിക്കാവൂ, ലാത്തയെയും ഉസ്സയെയും വിളിക്കാൻ പാടില്ല എന്നതിന്റെ പേരിൽ ഉണ്ടായ ബദർ യുദ്ധത്തിന്റെ സ്മരണയിൽ അള്ളാഹുവിനെ മാത്രം വിളിച്ചു തേടിയ ബദരീങ്ങളോട് നമ്മുടെ നാട്ടിലെ പല ആളുകളും അറിഞ്ഞും അറിയാതെയും വിളിക്കുന്നത് എത്ര അപകടകരമാണ്. ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ദുആ ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്രവാചകൻ മദ്ദയദൈഹി, ബദറിന്റെ ഒരു ഉയർന്ന ചെറിയ കുന്നിന്റെ ഭാഗത്തേക്ക് കയറിയിട്ട് ഒരു കൂടാരം ഉണ്ടാക്കി അവിടെ ഇരുന്ന് രണ്ട് കരങ്ങളും നീട്ടി അള്ളാഹുവിനോട് ദുആയിരക്കുകയാണ്. മുസ്തഖ്ബിലൽ ഖിബ്ലത ഹത്താ സഖത റിദാഉഹു മിൻ മൻകിബൈഹി, പ്രവാചകന്റെ തോളിൽ നിന്ന് തട്ടം താഴത്തേക്ക് വീഴുന്നത് പോലും അറിയാത്ത അവസ്ഥയിൽ അത്രയും മാനസിക സമ്മർദ്ദത്തിൽ കണ്ണീരൊലിപ്പിച്ച്
പ്രവാചകൻ ദുആയിരുന്നപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഫഖദരിദാഹു, ആ താഴെ കിടന്ന തട്ടെടുത്തിട്ട് ഫൽഖഹു അലാ മങ്കിബൈഹി, പ്രവാചകന്റെ തോളിലിട്ട് കൊടുത്തു. തുമ്മൽ തസമഹു മിൻ വറാഇഹി, പ്രവാചകനെ പിന്നിൽ നിന്ന് ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, യാ നബി അല്ലാഹ് കഫാഖ്, അല്ലാഹുവിന്റെ റസൂലെ നിർത്ത്, മതി, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഉത്തരം തരും എന്ന് സമാധാനിപ്പിക്കുകയാണ്. അപ്പോൾ അത്രയും ഒരു പ്രയാസം, മനസ്സിന് സങ്കടം, അതിലൊരു ഒരു ഒരു സംസാരം പോലും, പ്രവാചകൻ പറയുന്ന ആ പ്രാർത്ഥനയുടെ ഒരു വരി പോലും ഇങ്ങനെയാണ്, അല്ലാഹുമ്മ ഇന്നക ഇൻ തുഹ്ലിക ഹാദിഹിൽ ഇസ്സാബത മിൻ അഹ്ലിൽ ഇസ്ലാം, ഇസ്ലാമിൽ നിന്ന് ഈ ചെറിയ സംഘത്തെ എങ്ങാനും നീ പരാജയപ്പെടുത്തിയാൽ പിന്നെ അള്ളാഹ് എന്ന് വിളിക്കാൻ ഈ ലോകത്ത് ആളുണ്ടാവില്ല. അതിന്റെ ഉത്തരമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത്. ഇത് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നി മുമിദ്ദുക്കും ബി അലിഫിൻ മിനൽ മലായികത്തി മുർദിഫിൻ, 1000ഓളം മലക്കുകളെ തുടരെയായി അയച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുത്തു എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ബദർ നമ്മെ പഠിപ്പിക്കുന്നത്, അത് പരിശുദ്ധ റമളാനിൽ നടന്ന യുദ്ധമാണ് ബദർ. ആ ബദർ നമ്മെ പഠിപ്പിക്കുന്നത് അള്ളാഹുവിൽ തവക്കുലാക്കി അള്ളാഹുവിനോട് തേടിയാൽ, സന്നിഗ്ധ ഘട്ടത്തിൽ ദീനിൽ ഉറച്ചു നിന്നാൽ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകുമെന്ന വലിയ സന്ദേശമാണ്. ഇന്ന് ലോകവ്യാപകമായി പല നിലക്കുമുള്ള അക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ബന്ധുക്കളും സ്വന്തക്കാരും നമുക്ക് വേണ്ടപ്പെട്ട ഒരുപാട് ആളുകളും ഒക്കെയുള്ള അറബ് നാടുകളിൽ അക്രമങ്ങളും ശക്തമാകുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷെ ഇതൊക്കെ ആയുധത്തിന് വേണ്ടിയും അതേപോലെ തന്നെ ഇതൊക്കെ എണ്ണക്ക് വേണ്ടിയും സമ്പത്തിന് വേണ്ടിയുമുള്ള അക്രമങ്ങളാണെങ്കിൽ, എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ വലിയൊരു പോരാട്ടമായിരുന്നു ബദർ. ബദർ ഒരു അധിനിവേശമായിരുന്നില്ല. ബദർ ഒരു നാട്ടിലേക്ക് കയറി ചെന്ന് അവിടെയുള്ള ആളുകളെ കൊലപ്പെടുത്താനും സമ്പത്ത് മോഷ്ടിക്കാനുമുള്ള ഒരു അക്രമമായിരുന്നില്ല, അധിനിവേശമായിരുന്നില്ല. മറിച്ച് ഇങ്ങോട്ട് ആക്രമിക്കാൻ വന്നവരോടൊരു പ്രതിരോധമായിട്ടാണ് നമുക്ക് ചരിത്രങ്ങളിൽ കാണാൻ കഴിയുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ യുദ്ധങ്ങളിൽ 1000 താഴെ ആളുകളാണ് മരണപ്പെട്ടിട്ടുള്ളത്. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളെ കൊന്ന്, കുഞ്ഞു മക്കളെ കൊന്ന്, ലോകത്ത് ഞങ്ങളാണ് സമാധാന പ്രിയരെന്നും ഞങ്ങളാണ് സമാധാനത്തിന്റെ വാഹകരെന്നും പറഞ്ഞ് ഇസ്ലാമിന് നേരെ ഭീകരതയും തീവ്രവാദവും ചാപ്പകുത്തുന്നവർ, ഒരിക്കലും അത് പറയാൻ അവർ അർഹരല്ല. ബദറിന്റെ അവസാന രംഗം കൂടിയുണ്ട്, അതും കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കാം. ബദർ അവസാനിക്കുമ്പോൾ 70ഓളം ബന്ദികളെ പ്രവാചകന് കിട്ടുന്നുണ്ട്. ആ 70ഓളം ബന്ദികളെ കൊന്നു കളയണമെന്നാണ് ഉമർ റളിയല്ലാഹു അൻഹു അഭിപ്രായപ്പെട്ടത്. ആ സന്ദർഭത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ അങ്ങനെ ചെയ്യണ്ട, നമുക്ക് മോചന ദ്രവ്യം വാങ്ങി അവരെ വെറുതെ വിടാം. അതായത് തങ്ങളെ നശിപ്പിക്കാൻ വന്ന ശത്രുക്കളോട് പ്രവാചകൻ ചെയ്ത ഏറ്റവും വലിയ മാനവികതയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. 70ഓളം ആളുകളെ ബന്ദികളായി കിട്ടിയിട്ടും ഒരാളുടെ തല പോലും, അവർ മുശ്രിക്കാണ്, ഇസ്ലാമിനെതിരെ യുദ്ധം ചെയ്യാൻ വന്നു എന്ന് പറഞ്ഞ ബന്ദികളെ കൊന്നാൽ ആരും ചോദിക്കാനും പറയാനുമില്ല. അന്നത്തെ യുദ്ധ നിയമം അതാണ്. പക്ഷെ പ്രവാചകൻ മോചന ദ്രവ്യം വാങ്ങി ഓരോരുത്തരെയും വെറുതെ വിടുന്നുണ്ട്. പ്രവാചകന്റെ ബന്ധുക്കളുണ്ട്, പ്രവാചകന്റെ മരുമകനുണ്ട്, ആസിം ഇബ്നു റബീഅ പ്രവാചകന്റെ മരുമകനുണ്ട്. അതിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുമായും ഉമർ റളിയല്ലാഹു അൻഹുമായും ബന്ധപ്പെട്ട ആളുകളുണ്ട്. അവസാനം മോചനദ്രവ്യം കൊടുക്കാനില്ലാത്ത ആളുകളോട് പ്രവാചകൻ പറഞ്ഞത്, എഴുത്തും വായനയും അറിയുന്നവർ അറിയാത്ത വിശ്വാസികൾക്ക് പഠിപ്പിച്ചു കൊടുത്ത് അത് മോചനദ്രവ്യമായി നൽകി നിങ്ങൾക്ക് പോകാമെന്നാണ്. ഞാൻ പറഞ്ഞു വരുന്നത് മാനവികതയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ബദർ അക്രമത്തിനുള്ള ഒരു പ്രേരണയല്ല, മറിച്ച് ദീനിൽ ഉറച്ചു നിൽക്കുവാനും അള്ളാഹുൽ തവക്കുലാക്കുവാനും ഏത് പ്രതിസന്ധിയിലും അള്ളാഹുവിനോട് സഹായം തേടാനും ഉള്ള വലിയ ഒരു മാനവികതയുടെ വിശ്വാസത്തിന്റെ പാഠമാണ് ബദർ നമ്മെ പഠിപ്പിക്കുന്നത്. അത് മനസ്സിലാക്കുകയും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങൾ അനുസരിച്ച് അവനോട് മാത്രം ദുആയിരന്ന് മരിക്കുന്ന സമയം വരെ ഈമാൻ തൗഹീദ് കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഈ ഒരുമിച്ച് കൂടൽ അള്ളാഹു സ്വാലിഹായ അമലാക്കി സ്വീകരിക്കട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി വഖാദിൽ ഹാജാത്ത്. اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.